ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം PSC യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ വിഷയം എന്താണെന്നറിയോ? അതിനൊരു കാരണമുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ മോള് ഭയങ്കര വികൃതി. അപ്പോൾ വികൃതി കളിച്ചിട്ട് ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കാത്തപ്പം ഞാൻ വെറുതെ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു ഗെയിം കളിക്കാം. നമുക്ക് ഈ മച്ചിങ്ങ, വീട്ടിലൊരു മച്ചിങ്ങ കിട്ടിയിട്ടോ, ഈ മച്ചിങ്ങ എടുത്തിട്ട് മുകളിലേക്ക് ഇങ്ങനെ എറിയാം. മുകളിലേക്ക് എറിഞ്ഞിട്ട് ആരുടെ മച്ചിങ്ങയാണോ തിരിച്ച് താഴത്തേക്ക് വരാത്തത് അയാൾ ജയിക്കുന്നു പറഞ്ഞു. കുറേ നേരം കളിച്ച് ഒരു രക്ഷയില്ല, അവസാനം നിർത്തി പോയി. പക്ഷെ ഞാൻ പറഞ്ഞതിൽ കള്ളത്തരമൊന്നുമില്ല കേട്ടോ. നമ്മളൊരു പ്രത്യേക വെലോസിറ്റിയിൽ ഈ മച്ചിങ്ങ എറിയുകയാണെങ്കിൽ മച്ചിങ്ങ താഴത്തേക്ക് വരില്ല. കാരണം എന്താ? അത് ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തേക്ക് പോകും. അത് ഏതാണ് ആ വെലോസിറ്റി? 11.2 km/s. അതായത് ഒരു സെക്കൻഡിൽ 11.2 കിലോമീറ്റർ സഞ്ചരിക്കുന്ന രീതിയിൽ ഈ മച്ചിങ്ങയെ മുകളിലേക്ക് എറിഞ്ഞാൽ മച്ചിങ്ങ ഭൂമിയുടെ ആകർഷണ വലയം ഭേദിച്ച് പുറത്തേക്ക് പോകും. ഈ പ്രവേഗത്തെയാണ് പാലായന പ്രവേഗം അഥവാ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു ആകാശഗോളത്തിന്റെ ആകർഷണ വലയം ഭേദിച്ച് ഒരു വസ്തുവിന് പുറത്തു കടക്കാൻ വേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം. ഈ പാലായന പ്രവേഗം കണ്ടുപിടിക്കാൻ ഒരു ചെറിയ ഇക്വേഷൻ ഉണ്ട് കേട്ടോ. ഇക്വേഷൻ എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട, ഒരു കുഞ്ഞ് ഇക്വേഷൻ ആണ്. √2gr. ഇവിടെ g എന്ന് പറയുന്നത് ഭൂമിയെ സംബന്ധിച്ചാണെങ്കിൽ ഭൂമിയുടെ ഭൂഗുരുത്വ ത്വരണമാണ്, 9.8 m/s². അതിലേക്ക് ഞാൻ വരാം, അവിടെ കുറച്ച് പറയാനുണ്ട്. അപ്പൊ എന്ത് തന്നെയാണെങ്കിലും g എന്ന് പറയുന്നത് നമ്മുടെ ഭൂഗുരുത്വ ത്വരണം, r എന്ന് പറയുന്നത് ഭൂമിയുടെ ആരമാണ്. ഏകദേശം 6400 കിലോമീറ്റർ അല്ലെ, അതല്ലേ ഭൂമിയുടെ ആരം എന്ന് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഭൂമിയുടെ പാലായന പ്രവേഗം കണ്ടുപിടിക്കാം. ഭൂമിയുടെ മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിന്റെ ആണെങ്കിൽ ആ ഗ്രഹത്തിന്റെ ഭൂഗുരുത്വ ത്വരണം എടുക്കുക, അതുപോലെ ആ ഗ്രഹത്തിന്റെ റേഡിയസ്, ആരം എടുക്കുക. അപ്പൊ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഈ പാലായന പ്രവേഗം ഏറ്റവും കൂടുതൽ നമ്മുടെ സൗരയൂഥത്തിലെ ഏത് ഗ്രഹത്തിനാണെന്നറിയോ? അത് വ്യാഴത്തിനാണ് കേട്ടോ. പാലായന പ്രവേഗം ഏറ്റവും കൂടുതലുള്ള ഗ്രഹം വ്യാഴമാണ്. അപ്പൊ ഞാൻ പാലായന പ്രവേഗം പറഞ്ഞപ്പോൾ ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, √2gr. അതിൽ g എന്തായിരുന്നു? അതാണ് ഞാൻ പറഞ്ഞത് ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നത് അല്ലെ. ഏതൊരു വസ്തുവിനെയും ഭൂമി അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നുണ്ട്. അപ്പൊ ഏതൊരു വസ്തുവിലും ഭൂമി ഒരു ആകർഷണ ബലം പ്രയോഗിക്കുന്നുണ്ട്. ആ ആകർഷണ ബലമാണ് ഭൂഗുരുത്വ ബലം. ഈ ഭൂഗുരുത്വ ബലത്തിന്റെ ദിശ എപ്പോഴും ഭൂമിയുടെ കേന്ദ്രത്തിലേക്കായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് മക്കളെ നമുക്ക് ഭൂമിയിൽ എവിടെ നിന്നാലും നിവർന്നു നിൽക്കാൻ കഴിയുന്നത്. ഭൂഗുരുത്വ ബലത്തിന്റെ ദിശ ഭൂകേന്ദ്രത്തിലേക്ക് ആയതിനാൽ. അപ്പൊ ഞാൻ പറഞ്ഞു, ഈ ഭൂഗുരുത്വ ബലം പ്രയോഗിക്കുന്നത് മൂലം വസ്തുക്കൾക്കുണ്ടാവുന്ന ത്വരണത്തെ ഭൂഗുരുത്വ ത്വരണം എന്ന് പറയുന്നു. ഈ ഭൂഗുരുത്വ ത്വരണത്തിന്റെ സാധാരണയുള്ള വാല്യൂ എന്ന് പറയുന്നത് 9.8 m/s² ആണ്. പക്ഷെ നമ്മുടെ ഭൂമിയുടെ ആകൃതി എന്താ? ഭൂമിയുടെ ആകൃതി കറക്റ്റ് ഗോളാകൃതിയാണോ? അല്ല, ജിയോയിഡ് ആണ് അല്ലെ ഭൂമിയുടെ ആകൃതി. അതായത് ധ്രുവപ്രദേശങ്ങൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് തള്ളി മധ്യരേഖാ പ്രദേശങ്ങൾ കുറച്ച് പുറത്തേക്കിതായി ഒരു മത്തങ്ങയൊക്കെ പോലത്തെ ഒരാകൃതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ എല്ലാ ഭാഗത്തേക്കുമുള്ള ആരം തുല്യമാണെന്ന് പറയാൻ പറ്റില്ല. ഈ ഭൂഗുരുത്വ ത്വരണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണെന്നറിയോ നിങ്ങൾക്ക്? gm/r². ഇവിടെ g എന്ന് പറയുന്നത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കമാണ്. ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ എത്രയാണെന്നറിയോ? 6.67 ഗുണിക്കണം 10⁻⁻11 Nm²/kg². ഈ ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തിന്റെ വാല്യൂ പരീക്ഷണത്തിലൂടെ കണ്ടെത്തിയത് കാവൻഡിഷ് ആണ്, ഹെൻറി കാവൻഡിഷ്. അപ്പൊ ഞാൻ പറഞ്ഞു ജിയുടെ വാല്യൂ പറഞ്ഞല്ലോ. ഇനി അടുത്തത് ക്യാപിറ്റൽ M, അതാണ് ഭൂമിയുടെ പിണ്ഡം, ഭൂമിയുടെ മാസ് ആണത്. /r². ആ r എന്ന് പറയുന്നത് ഭൂമിയുടെ റേഡിയസ് ആണ്, ഭൂമിയുടെ ആരമാണ്. അപ്പൊ ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയോ? ഏത് വസ്തുവിന്റെ മേലാണെങ്കിലും ഈ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുമ്പം അത് വസ്തുവിന്റെ പിണ്ഡത്തെ ആശ്രയിക്കുന്നേയില്ല. അത് ഗുരുത്വാകർഷണ സ്ഥിരാങ്കത്തെയും ഭൂമിയുടെ പിണ്ഡത്തെയും ഭൂമിയുടെ ആരത്തെയും മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് മക്കളെ വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നത് ഒരേ വേഗതയിലാവുന്നത്. അത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ആരാണ്? വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ താഴേക്ക് ഒരേ വേഗതയിൽ എത്തുമെന്ന് നമ്മുടെ ഗലീലിയോ ആണ് അല്ലെ. പക്ഷെ അത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചത് ന്യൂട്ടൺ ആണ്. ന്യൂട്ടന്റെ പ്രസിദ്ധമായ തൂവലും നാണയവും പരീക്ഷണം നിങ്ങൾ കേട്ടിട്ടില്ലേ? തൂവലും നാണയവും ആദ്യം പുറത്തു നിന്നിട്ടപ്പോ ആരാണ് ആദ്യം താഴെ എത്തിയത്? നാണയം ആദ്യം എത്തി, തൂവല് രണ്ടാമതെത്തി. പക്ഷേ ന്യൂട്ടൺ കണ്ടെത്തി എന്താണ്? വായുവിന്റെ ഘർഷണം മൂലമാണ് നമ്മുടെ തൂവല് പതുക്കെ എത്തിയത്. വായുവില്ലാത്ത ഒരു ട്യൂബിൽ വെച്ച് ഈ പരീക്ഷണം നടത്തിയ സമയത്ത് തൂവലും നാണയവും ഒരേ സമയം താഴെ എത്തി. അപ്പൊ ഓർത്തിരിക്കുക, വ്യത്യസ്ത പിണ്ഡമുള്ള വസ്തുക്കൾ താഴേക്ക് പതിക്കുന്നത് ഒരേ വേഗതയിലായിരിക്കും.
അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഭൂഗുരുത്വ ത്വരണത്തെ കുറിച്ചല്ലേ. ജിയുടെ വാല്യൂ ഞാൻ പറഞ്ഞു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ജിയുടെ വാല്യൂ എല്ലായിടത്തും ഒരേപോലെ അല്ല എന്നും പറഞ്ഞു അല്ലെ. ഭൂമിയുടെ ആരത്തിനനുസരിച്ച് മാറ്റം വരും. അപ്പം ഭൂമിയുടെ ഷേപ്പ് ഒന്ന് നോക്ക് നിങ്ങൾ. ഭൂമിയുടെ ആരം, അതായത് ഭൂകേന്ദ്രത്തിൽ നിന്നുള്ള ദൂരം ഏറ്റവും കുറവ് എങ്ങോട്ടേക്കാണ്? അത് ധ്രുവപ്രദേശങ്ങളിലേക്കല്ലേ. അപ്പോൾ ധ്രുവപ്രദേശങ്ങളിലേക്കുള്ള ദൂരം, ആരം കുറവായതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലാണ്. 9.83 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതേസമയം മധ്യരേഖാ പ്രദേശങ്ങളിലേക്കുള്ള ആരം കുറച്ച് കൂടുതലാണ് അല്ലേ. അപ്പൊ അവിടെ അനുഭവപ്പെടുന്ന ത്വരണം 9.78 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ ആയോ? അപ്പോൾ ഭൂഗുരുത്വ ത്വരണം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് എവിടെയാണ്? ഭൂമിയുടെ ധ്രുവപ്രദേശങ്ങളിലും ഏറ്റവും കുറവ് മധ്യരേഖാ പ്രദേശങ്ങളിലുമാണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ ഗുരുത്വാകർഷണ ബലവും ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവപ്രദേശങ്ങളിലും അതുപോലെ ഏറ്റവും കുറവ് മധ്യരേഖാ പ്രദേശങ്ങളിലുമാണ്. അതുപോലെ ഗുരുത്വാകർഷണ ബലം, ഒരു വസ്തുവിന്മേൽ ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നത് വസ്തു ഭൂമിയുടെ ഉപരിതലത്തിൽ സ്ഥിതി ചെയ്യുമ്പോഴാണ്. ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോയാലും ഉപരിതലത്തിൽ നിന്ന് താഴേക്ക് വന്നാലും, അതായത് ഭൂമിയുടെ ഉള്ളിലേക്ക് പോയാലും ഗുരുത്വാകർഷണ ബലം കുറയും. ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം എത്രയായിരിക്കും? 0 കേട്ടോ. അതുപോലെ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭൂഗുരുത്വ ത്വരണവും 0 അതുപോലെ ഭൂകേന്ദ്രത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന ഭാരം അപ്പൊ എത്രയായിരിക്കും? ഭാരവും 0 എന്താ ഭാരം? ഒരു വസ്തുവിന്റെ പിണ്ഡത്തിനുമേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലം. ഭാരം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണ്ടെത്തും? ഒരു വസ്തുവിന്റെ പിണ്ഡം ഗുണിക്കണം ഭൂഗുരുത്വ ത്വരണം, mg. ഇവിടെ പിണ്ഡം ഗുണിക്കണം ഭൂഗുരുത്വ ത്വരണമാണ് അല്ലേ. അതുപോലെ ഭാരത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്, തെറ്റിക്കരുത്. പിണ്ഡത്തിന്റെ SI യൂണിറ്റ് ആണ് കിലോഗ്രാം, ഭാരത്തിന്റെ SI യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഭാരത്തിന് വേറൊരു യൂണിറ്റ് കൂടി ഉണ്ട്, കിലോഗ്രാം വെയിറ്റ്. അപ്പോൾ ഒരു കിലോഗ്രാം വെയിറ്റ് എന്ന് പറയുന്നത് 9.8 ന്യൂട്ടൺ ആണ്. അപ്പൊ എന്താണെങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക, ഒരു വസ്തുവിന് ഏറ്റവും കൂടുതൽ ഭാരം അനുഭവപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഗുരുത്വാകർഷണ ബലം അനുഭവപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ഭൂഗുരുത്വ ത്വരണം അനുഭവപ്പെടുന്നതും ധ്രുവപ്രദേശങ്ങളിലാണ്. അതേസമയം ധ്രുവപ്രദേശത്ത് നിന്നും മധ്യരേഖാ പ്രദേശത്തേക്ക് വരുമ്പോൾ ഭാരം കുറയുന്നു, ഗുരുത്വാകർഷണ ബലം കുറയുന്നു, ഭൂഗുരുത്വ ത്വരണം കുറയുന്നു. ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ഓർത്തു വെക്കണേ. അപ്പോൾ ഗുരുത്വാകർഷണ ബലവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.